ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങോട്ടേക്കാണ് ഈ പോകുന്നതെന്ന്. അതെ, ഞാൻ പോകുന്നത് നേരെ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ സ്കൂളിലേക്കാണ്. ഇന്ന് അവരുടെ ആനുവൽ ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആനുവൽ ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് ശനിയും ഞായറും അവധി കഴിഞ്ഞിട്ട് പിന്നെ ആനുവൽ എക്സാമൊക്കെ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഞാൻ അവരെ കൊണ്ടാക്കി. കാരണം രണ്ടുപേരും പല പല പരിപാടികൾക്കുണ്ട്. പിന്നെ അമ്പലത്തിലെ പൂജയ്ക്ക് ശേഷം ഒരു 11:30 ആയപ്പോഴാണ് ഞാൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അപ്പോഴേക്കും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ കുട്ടികളൊക്കെ മനോഹരമായിട്ട് മേക്കപ്പും വെൽ ഡ്രസ്ഡും ഒക്കെ ആയിട്ട് നിന്നപ്പോൾ സത്യം പറഞ്ഞാൽ അവരവരുടെ കുട്ടികളെ മനസ്സിലാക്കാൻ പോലും മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം അമ്മാതിരി മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പോൾ പ്രത്യേകിച്ച് വെളിയിൽ നിന്നും ആരെയും വിളിച്ചിട്ടല്ല ഈ മേക്കപ്പും മറ്റുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാം അവിടുത്തെ ടീച്ചേഴ്സും അതുപോലെയുള്ള ഓരോ കുട്ടികളുടെ പേരൻസും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സത്യത്തിലും അവിടുത്തെ ഒരു വൻ വിജയമാക്കി തീർക്കുന്നത്. ആ പരിപാടികളൊക്കെ വൻ വിജയമാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഋത്തൂസ് ഓടി വരുന്നുണ്ട്. അവരുടെ ഡാൻസിനുള്ള സമയമായി. അപ്പോൾ കഴിഞ്ഞ തവണ എനിക്ക് വരാൻ പറ്റിയില്ല. ഇത്തവണ അവളുടെ ഡാൻസിന് നിന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അവൾ വീട്ടിൽ വരുമ്പോൾ എന്നെ വെച്ചേക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ പേടിച്ചിട്ടാണ് ഞാൻ അവിടെ ചെന്ന് അവളുടെ പരിപാടി കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ഞാൻ എത്തിയപ്പോഴാണ് അവരുടെ പരിപാടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ബോലെ ചൂടിയ എന്നുള്ള ഹിന്ദി പാട്ടിനാണ് നൃത്തം വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. നമ്മുടെ ഋത്തൂസ് പരിപാടിക്ക് കയറാനുള്ള സമയമായിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഋത്തൂസിൻ്റെ ഡാൻസാണ്. ഋത്തൂസിൻ്റെ ഡാൻസ് തുടങ്ങി. സത്യം പറഞ്ഞാൽ 2-3 ആഴ്ചയ്ക്കുള്ളിലാണ്. 3 ആഴ്ചയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരാഴ്ചയിൽ 5 വർക്കിംഗ് ഡേയ്സാണ്. അപ്പോൾ ഏകദേശം 15 ദിവസത്തെ ടീച്ചർമാരുടെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. പക്ഷേ 15 ദിവസം കൊണ്ട് തന്നെ കുട്ടികളും ടീച്ചർമാരും എല്ലാവരും ഉത്സാഹിച്ച് നല്ല രീതിയിൽ ഭംഗിയായിട്ട് തന്നെ ആ കുട്ടികളെല്ലാം ഡാൻസ് കളിച്ചു എന്നുള്ളതാണ്. അവരുടെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ നല്ലൊരു കൈയ്യടി തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോൾ നമ്മുടെ വേദൂസ് വന്നിട്ടുണ്ട്. അവൻ 4ാം ക്ലാസ്സിലായതുകൊണ്ട് തന്നെ അവരുടെ പരിപാടി കുറച്ച് വൈകിട്ടാണ് തുടങ്ങുന്നത്. എന്താണെന്ന് വെച്ചാൽ ഓർഡറിലാണ്. ആദ്യം 1ാം ക്ലാസ്, പിന്നെ 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ്. അപ്പോൾ ഇവൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു നാടകമാണ്. 4ാം ക്ലാസ്സിലൊരു പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിട്ട് അത് തീമാക്കിക്കൊണ്ട് അവരുടെ ക്ലാസ് ടീച്ചറും ഇംഗ്ലീഷ് ടീച്ചറുമായിട്ടുള്ള ജിബി ടീച്ചറാണ് സ്ക്രിപ്റ്റ്. ഇതാണ് നമ്മുടെ ജിബി ടീച്ചർ. അപ്പോൾ ജിബി ടീച്ചറും കൂടെ കുറച്ച് ടീച്ചേഴ്സും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ നാടകം അവർ അവതരിപ്പിക്കാനായിട്ട് മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് ടീച്ചർ ഇതിനു വേണ്ടി പരിശ്രമിച്ചിരിക്കുന്നു എന്ന് ഓൾറെഡി ടീച്ചർ പറഞ്ഞിരുന്നു. പക്ഷേ ടീച്ചർ നല്ല രീതിയിൽ തന്നെ അത് അവതരിപ്പിച്ചു. നല്ലൊരു കയ്യടി ആ നമ്മുടെ നാടകത്തിന് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അവരുടെ നാടകം. അതായത് ഒരു അമ്മയ്ക്കൊരു അപകടം സംഭവിക്കുമ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ അത് മനസ്സിലാക്കി ഫയർഫോഴ്സിനെയും മറ്റും വിളിച്ച് അമ്മയുടെ ജീവൻ രക്ഷപ്പെടുത്തുന്ന ഒരു തീമാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. അതിൽ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ അവർ അഭിനയിച്ചു. ഇത് ഇംഗ്ലീഷായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ഓൺ സ്റ്റേജിൽ ഓൺ വോയിസ് പറയുകയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ടീച്ചർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ വോയിസ് കൊടുത്ത് തന്നെ അവർ റെക്കോർഡ് ചെയ്തു. പിന്നീട് ഊണിന് സമയം കഴിഞ്ഞിരുന്നു. ഇവർ നാടകം കഴിഞ്ഞിട്ട് ഉണ്ണാമെന്ന് വിചാരിച്ചു. ഊണ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ഋത്തൂസ് അടുത്ത ഡാൻസിന് റെഡി ആയിട്ടുണ്ട്. അവൾ ഇതിൽ പൂവിൻ്റെ മരമായിട്ടാണ് ആടിപ്പൊടിയായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഈ പ്രായത്തിലൊന്നും ഞാൻ സ്റ്റേജിൽ അങ്ങനെ കയറാനായിട്ടുള്ളൊരു ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളെ എല്ലാവരും. എന്തായാലും വേദുവിൻ്റെ ഡ്രാമ കഴിഞ്ഞപ്പോഴേക്കും ഞാനും അവിടെ പോയി. അവരോടൊപ്പം ഞാനും ഭക്ഷണം കഴിച്ചു. ഇന്നത്തെ ദിവസം കുട്ടികൾക്ക് മാത്രമല്ല പേരൻസിനും ഭക്ഷണമുണ്ട്. പിന്നെ എല്ലായ്പ്പോഴും നടക്കുന്ന പോലെ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്ന പോലെ ടീച്ചർമാരുടെ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു ഡാൻസായിരുന്നു. അതിനും കുട്ടിപ്പട്ടാളം എല്ലാവരും കൂടെ കയ്യടിയാണ് കൊടുത്തിരുന്നത്. അവസാനം കഴിഞ്ഞ വർഷത്തെ വിജയികൾ, അതേപോലെ ഈ അധ്യയന വർഷത്തിൽ കലോത്സവത്തിനൊക്കെ ധാരാളം സമ്മാനങ്ങൾ നേടിയ കുട്ടികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു അനുമോദനമാണ് ഇനിയും കുട്ടികൾക്കിത് ചെയ്യുവാനായിട്ടുള്ളൊരു പ്രേരണ. എന്തായാലും എൻ്റെ 2 കുട്ടിപ്പട്ടാളത്തിനും ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഗോൾഡ് മെഡലും ഒരു സർട്ടിഫിക്കറ്റുമാണ്. എന്തായാലും ഈശ്വര അനുഗ്രഹം എന്തായാലും കുട്ടികൾക്കുണ്ട്. ഇനിയും അതുണ്ടാവണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ഒരു പേരൻ്റ് എന്ന നിലയിൽ ഇത് കാണുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷം അതൊരിക്കലും വിലമതിക്കാനാവാത്തതാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് സമയത്തൊന്നും എനിക്ക് അവരെ കെയർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. എൻ്റേതായിട്ടുള്ള ജോലി ആയതുകൊണ്ട് പലയിടത്തും ഇങ്ങനെ പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് കുട്ടികളുമായിട്ട് ഒരുപാടൊന്നും എനിക്ക് അങ്ങനെ ഇടപഴകാനായിട്ട് സാധിച്ചില്ല. പക്ഷേ അവരത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഭഗവാൻ തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ട്രോഫിയും സർട്ടിഫിക്കറ്റും മെഡലും ഒക്കെ അങ്ങോട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം.